അല്ല, ഞാൻ ആലോചിക്കാറുന്നേ. എനിക്ക് ഈ സാരി നന്നായിട്ട് ചേരണുണ്ടെന്നല്ലേ? ആ, ഈ സാരി നിനക്ക് നല്ല ഭംഗിയുണ്ട്. പക്ഷെ ഞാൻ ആലോചിച്ചതല്ല. ആ, ഞാൻ ഇന്നൊരു പണിയെടുക്കണ്ട, പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്യാന്നല്ലേ? അങ്ങനെ ഒരു കാര്യം ഞാൻ സ്വപ്നത്തിൽ പോലും ആലോചിച്ചിട്ടില്ല. സ്വിഗ്ഗിയാണ് സൊമാറ്റോയാണ് സത്യം. അപ്പൊ ബുക്ക് മൈ ഷോയിൽ ഫുഡ് ഡെലിവറി തുടങ്ങിയ ഞാൻ അറിഞ്ഞില്ലല്ലേ. ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ട് വരാനല്ലേ? അപ്പോഴും ഫുഡ് വിട്ടൊരു കളിയില്ലല്ലേ. ഇനിയൊരു ആലോചനയില്ല, നേരെ കിടക്കാം. നിങ്ങൾ കിടന്നോ, ഞാൻ ബിഗ് ബോസ് കണ്ടിട്ടേ കിടക്കണോളൂ. അയ്യോ, ചാച്ചാന്നല്ല പറഞ്ഞേ, നേരെ കാര്യത്തിലോട്ട് കിടക്കാം. അത് തന്നെ ഞാനും പറഞ്ഞേ, ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഇനി എന്ത് കാര്യത്തിലേക്ക് ഞാൻ കിടക്കുള്ളൂന്ന്. ഞാനതല്ല ഉദ്ദേശിച്ചേ. നിങ്ങൾ എന്തുദ്ദേശിച്ചാലും ബിഗ് ബോസ് കഴിഞ്ഞിട്ടേ ഇനി എന്ത് നടക്കൂ. ഇനി ഒന്നും വേണ്ട, നേരെ കാര്യമാണ് പറയാം. ഷോർട്സിൽ പറയേണ്ട കാര്യം ലോങ് ആക്കി ലാഗ് അടിപ്പിച്ച്. അതേ, ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിക്കോളാം. എന്നാ പറ, ബിഗ് ബോസ് തുടങ്ങാൻ നേരമായി. നമ്മൾ ഇന്നലെ കുത്താമ്പള്ളി പോയില്ലേ? ആ പോയി. അതിന് ഇവിടെ നിന്ന് കുത്താമ്പള്ളി ടു ഇവിടെ ഏകദേശം ഒരു 200 കിലോമീറ്റർ. ഏകദേശമല്ല, കറക്റ്റ് 161 കിലോമീറ്റർ. ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയതാ. ഹോ, എന്റെ അമ്മോ, ശാസ്ത്രത്തിന്റെ ഒരു വളർച്ച. കിടന്ന് ഹരിശ്രീ അശോകം കളിക്കാണ്ടേ കാര്യം പറ. ക്ഷീണമില്ല. എന്ത്? ഇത്ര ദൂരം കാർ ഒറ്റയ്ക്ക് ഓടിച്ചു ഒരു ക്ഷീണമില്ല. ഇതൊരു ചെറിയ കാര്യമല്ലല്ലോ, ഒരു വലിയ കാര്യം തന്നെയല്ലേ? താങ്ക് യു. പോയാ വാ, നമുക്ക് കുത്താമ്പള്ളി വരെ പോയിട്ട് വരാം. ചേട്ടന് ക്ഷീണമില്ലെന്നല്ലേ പറഞ്ഞേ? ഞാനവിടെ ഒരു വയലറ്റ് സാരി നോക്കി വെച്ചിട്ടുണ്ട്, അത് പോയി എടുത്തിട്ട് വരാം. പുറത്തുനിന്ന് നമുക്ക് ഫുഡും കഴിക്കാം. അപ്പൊ നിനക്ക് ബിഗ് ബോസ് കാണണ്ടേ? അത് ഞാൻ ഹോട്ട്സ്റ്റാറിൽ കണ്ടോളാം. ആ, അതിലുണ്ടല്ലോ അല്ലേ? അതിലുണ്ട്. ചേട്ടൻ എന്താ ആലോചിക്കുന്നേ? അല്ല, ഞാൻ എന്താ ആലോചിക്കണ്ടേന്നൊന്നും ആലോചിക്കാറുന്നു. ആലോചന കഴിയുമ്പോഴേ ചേട്ടൻ വന്ന് കാർ എടുക്ക്, ഞാൻ കാറിന്റെ ഉള്ളിൽ ഉണ്ടാവും. ഞാൻ ബിഗ് ബോസ് കാണട്ടെ, തുടങ്ങാറായി. ബിഗ് ബോസ് കുത്താമ്പള്ളി ഏകദേശം 161 കിലോമീറ്റർ. ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകണം.